ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡി ജിയുടെ മൈക്ക് 2 ആയിട്ടാണ്. ഡി ജിയുടെ മൈക്കിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വീഡിയോ ആണ്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു മൈക്കായിരുന്നു ഡി ജിയുടെ ആദ്യമായിട്ട് ഇറക്കിയ മൈക്ക്. ഒത്തിരി ലോഗിൻ ചെയ്യുന്നവർക്ക്, ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ വില വളരെ കുറവെന്നല്ല, ലഭ്യമായ മൈക്കുകളുടെ ക്വാളിറ്റി വെച്ചിട്ട് ഒരു നല്ല പ്രൈസിങ്ങിലാണ് ഡി ജിയുടെ മൈക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ സക്സസർ ആയിട്ട് വന്നിരിക്കുന്ന മൈക്കാണ് ഡി ജി മൈക്ക് 2. പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 42,000 രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത്. പക്ഷെ ആ വിലയ്ക്ക് 32 ബിറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ആക്റ്റീവ് മോഡിൽ നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്കാണത്. നേരത്തെയുള്ള മൈക്കിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതിനകത്ത് ഇന്റലിജന്റ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ആണ് ഡി ജി പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. റേഞ്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഇറങ്ങിയ മൈക്കിനെ പോലെ തന്നെയാണ് 250 മീറ്റർ വരെ റേഞ്ചിൽ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ മൈക്കിന്റെ വെയിറ്റ് ഉണ്ടല്ലോ, അത് കുറച്ചിട്ടുണ്ട്. വെറും 28 ഗ്രാമാണ്. കളർ ഞാൻ പറഞ്ഞു, ബ്ലാക്കിലും അവൈലബിൾ ആണ്, വൈറ്റിലും അവൈലബിൾ ആണ്. ബ്ലാക്കിൽ ഒത്തിരി പേർക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നു, ഈ മൈക്ക് ഇങ്ങനെ ബ്ലാക്ക് തന്നെ വേണമെന്നുള്ളത്. പക്ഷെ അത് ഒരു പേൾ വൈറ്റിൽ കൂടി ഇപ്പോൾ ലഭ്യമാണ്. അടുത്തതായിട്ട് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ്സ് വെച്ചിട്ട് ബ്ലൂടൂത്ത് ഡിവൈസ്, നോയിസ് ക്യാൻസലേഷൻ എല്ലാം ഒരു ലൈറ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെങ്കിൽ ബ്ലൂ ലൈറ്റ് സ്റ്റഡി ആയിട്ട് കത്തി നിൽക്കുന്നുണ്ടാവും. ബ്ലൂ ലൈറ്റ് ഫാസ്റ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സമയമെടുത്ത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കണക്റ്റഡ് അല്ല. അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റ് സ്റ്റഡി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ കണക്റ്റഡ് ആണ്. ഫാസ്റ്റ് ആയിട്ട് ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോ ആയിട്ടാണെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട്, കണക്ട് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് യെല്ലോ ലൈറ്റ് സോൾഡ് ആയിട്ട് കത്തി നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ്. അതോടൊപ്പം ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ കണക്റ്റഡ് ആണ്. പക്ഷെ അത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ്, പക്ഷെ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ പെയർ ആയിട്ടില്ല. ഇതിന്റെ ബ്ലൂ ലൈറ്റ് ഓൺ ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണ്. ബ്ലൂടൂത്ത് ഉള്ള മൈക്ക് ആയതുകൊണ്ട് ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണ്. ഫാസ്റ്റ് ആയിട്ട് ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോ ആയിട്ടാണ് ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അത് കണക്ട് ആവുന്നില്ല എന്നാണ് അതിന് അർത്ഥം. അതുപോലെ ഇതിനകത്ത് ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ട്. ഗ്രീൻ ലൈറ്റ് ഓൺ ആണെങ്കിൽ നമുക്ക് ഡിവൈസും ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. അല്ല ഫാസ്റ്റ് ആയിട്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോ ആയിട്ട് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് ട്രൈ ചെയ്യുന്നുണ്ട്, കണക്ട് ആവുന്നില്ല. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന മൈക്കിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുറത്തൊക്കെ നമുക്ക് ലൈവ് ചെയ്യാനായിട്ട്, ലോഗിൻ ചെയ്യാനായിട്ട്, ചെറിയ ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ ഷൂട്ടുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ്. മാത്രമല്ല ഒരു സേഫ്റ്റി ട്രാക്ക് കൂടെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ -6 dB നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് കൂടാണ്ട് ഒരു സേഫ്റ്റി ട്രാക്കും കൂടി റെക്കോർഡ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും ഒരു റീപ്ലേസിംഗ് വേണ്ടി വന്നാൽ ആ ട്രാക്ക് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്ത് അവിടെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിസ്റ്റിനൊക്കെ വളരെ എളുപ്പമാണ്. വളരെ ഭാരം കുറഞ്ഞ 28 ഗ്രാമേ ജസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ വൈറ്റ് വരുന്നുണ്ട്. വൈറ്റ് ഷർട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ബാക്കിൽ അകത്ത് ചെയ്താൽ പോലും, മൈക്ക് കീപ്പ് ചെയ്താൽ പോലും പെട്ടെന്ന് അറിയാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ലെങ്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പോലെ തന്നെയാണ് 250 മീറ്റർ റേഞ്ച് വരെ കിട്ടും. അത്രയും മീറ്റർ ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നില്ല. മാക്സിമം അവൈലബിൾ ലെങ്ത് കുറച്ച് ഉപയോഗിക്കുക. പക്ഷെ 250 മീറ്റർ വരെ റേഞ്ച് ഇതിന് പറയുന്നുണ്ട്. ഡി ജി മൈക്കില്, ഫസ്റ്റിന്റെ മൈക്കില് സെറ്റിംഗ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് ടച്ച് ചെയ്തായിരുന്നു. എല്ലാ ടച്ചസും വളരെ സിമ്പിൾ ആണ്, എങ്കിലും പലപ്പോഴും ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുമായിരുന്നു. അതായത് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ടായിരുന്നു അതിന്റെ സെറ്റിംഗ്സ് എല്ലാം ചെയ്യാൻ പറ്റുക. ചെറിയൊരു കോംപ്ലിക്കേഷൻ ചില കസ്റ്റമേഴ്സിന് പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കോംപ്ലിക്കേഷൻ അത് ഫീൽ ചെയ്തിരുന്നു. ഇത് അറിഞ്ഞിട്ടാവണം തൊട്ടടുത്ത്. മാത്രമല്ല അതിന്റെ സൈസ് 0.95 ഇഞ്ചസ് ആയിരുന്നു. ഇപ്പൊ 1 ഇഞ്ചിന് മുകളിൽ സൈസ് കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. അവൈലബിൾ സ്പേസിൽ മാക്സിമം സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് അതിന്റെ വലുത് സൈഡിലായിട്ട് ഒരു ഡയലും കൂടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡയൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷനും ബെറ്റർ ആയിരുന്നു, പക്ഷെ ഡയൽ ഉപയോഗിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ട്രാൻസ്മിറ്ററിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു മൈക്ക് കണക്ട് ചെയ്യാനും പറ്റും. ഒരു മൈക്ക് പോർട്ടും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി എല്ലാ സ്ഥലത്ത് മൈക്ക് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമുക്ക് ആ ട്രാൻസ്മിറ്ററിനകത്ത് മൈക്ക് തന്നെ, ഇപ്പോൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ടിലൊരു മൈക്ക് വെച്ച് ചെയ്യുന്ന ഒരു പുതിയ സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. അത് കാണാൻ രസമൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ആ മൈക്ക് തന്നെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നൊരു ഓപ്ഷൻ കൂടെ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് എന്താണോ
എന്താണ് ലോകേഷിന്റെ ആവശ്യം അല്ലെങ്കിൽ ഈ മൈക്ക് ഉപയോഗിക്കുന്ന ഒരു ആവശ്യം എന്ന് ചോദിച്ചറിഞ്ഞുണ്ടാക്കിയ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൈക്കാണ് DJയുടെ മൈക്ക് 2.